ഗ്രീൻ പവർ മൾട്ടി സ്റ്റേറ്റ് വെഹിക്കിൾ സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ശ്രീകൃഷ്ണപുരം ശാഖയുടെ 1-ാം വാർഷികാഘോഷം 7-ന് കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ അംഗീകാരത്തോടെ തൃശൂർ ആസ്ഥാനമായി സംസ്ഥാന സഹകരണ സംഘത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഗ്രീൻ പവർ മൾട്ടി സ്റ്റേറ്റ് വെഹിക്കിൾ സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ശ്രീകൃഷ്ണപുരം ശാഖയുടെ 1-ാം വാർഷികാഘോഷം 7-ന് രാവിലെ 10 മണിക്ക് ശ്രീകൃഷ്ണപുരത്ത് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. സ്ഥാപകനും ചെയർമാനുമായ സതീഷ് പുലിക്കോട്ടിൽ അധ്യക്ഷനായിരിക്കും. കെ പ്രേംകുമാർ MLA മുഖ്യാതിഥിയായിരിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അശോക് കുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരിക്കും. ഗ്രീൻ പവർ എന്ന സഹകരണ പ്രസ്ഥാനം കഴിഞ്ഞ 2024 മെയ് 3-നാണ് കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നത്. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സഹകരണ പ്രസ്ഥാനമാണ് ഗ്രീൻ പവർ MSCS ലിമിറ്റഡ്. വളരെ വിപുലമായ പ്രവർത്തനങ്ങളോട് കൂടിയിട്ട് അല്ലെങ്കിൽ വിപുലമായിട്ടുള്ള പദ്ധതികളോട് കൂടിയിട്ടാണ് ഗ്രീൻ പവർ MSCS എന്ന സഹകരണ പ്രസ്ഥാനം കേരളവും തമിഴ്നാടും പ്രവർത്തനാനുമതിയോട് കൂടിയിട്ട് വിപുലമായ പദ്ധതികളോട് കൂടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ 2 വർഷക്കാലത്തോളമായിട്ടുള്ള ഗ്രീൻ പവർ MSCS എന്ന സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രൊജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളെ വളരെ അഭിമാനത്തോടു കൂടിയിട്ടാണ് ശ്രീകൃഷ്ണപുരം ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ 1-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ബഹുമാനപ്പെട്ട നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, അതുപോലെ തന്നെ ഒറ്റപ്പാലം MLAയും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളെല്ലാം പങ്കെടുക്കുന്ന വിപുലമായിട്ടുള്ള ഒരു പദ്ധതിയിലേക്ക് ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള മീഡിയ സുഹൃത്തുക്കൾ തുടർന്ന് അങ്ങോട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പിന്തുണ ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ആധികാരികമായിട്ട് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ 2 വർഷക്കാലത്തോളമായി ഇന്ത്യയിൽ തന്നെ ഒരു സഹകരണ പ്രസ്ഥാനം എന്ന രീതിയിൽ വളരെ വ്യത്യസ്തമായ പ്രൊജക്റ്റുകളുടെ നമ്മളെ സൊസൈറ്റിയെ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു സഹകരണ പ്രസ്ഥാനം സ്വന്തം ബ്രാൻഡിൽ ഒരു വാഹനം നിർമ്മിച്ച് മാർക്കറ്റിലേക്ക് ഇറക്കുന്നു. അതിനോടനുബന്ധിച്ച് അതിൻ്റെ ഏറ്റവും വലിയ ചലഞ്ചായിട്ടുള്ള അതിൻ്റെ ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു അക്കാദമി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും അതിലെ ആദ്യത്തെ ബാച്ച് ഈ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ ആദ്യത്തെ ബാച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ ആദ്യത്തെ ബാച്ചിന് 100% പ്ലേസ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ചടങ്ങ് കൂടി ഈ വാർഷിക ചടങ്ങിൽ നമ്മൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആ കോഴ്സ് പൂർത്തിയാക്കിയ മുഴുവൻ കാൻഡിഡേറ്റ്സിനും നമ്മൾ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ചടങ്ങ് കൂടി ഈ ഒരു വാർഷിക പദ്ധതിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു വിപുല പദ്ധതി എന്ന് പറയുന്നത് 100 പഞ്ചായത്തുകളിലേക്ക്, ഗ്രാമപഞ്ചായത്തുകളിലേക്ക് മൊബിലിറ്റി ഹബ് എന്ന വിപുല പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യ പ്രൊജക്റ്റ് നമ്മളുടെ ഈ അടുത്ത സ്ഥലത്ത് തന്നെ നമ്മുടെ മേലാറ്റൂർ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. അതായത് ഗ്രീൻ പവർ MSCS എന്ന സഹകരണ പ്രസ്ഥാനത്തിൻ്റെ അണ്ടറിലുള്ള ഒരു ബ്രാഞ്ച്, അതേപോലെ തന്നെ ഒരു ചാർജിങ് സ്റ്റേഷൻ, അതുപോലെ തന്നെ ഒരു വെഹിക്കിൾ ഷോറൂം, സർവീസ് സെൻറ്റർ, അത്തരത്തിലുള്ള വിപുലമായ പദ്ധതികൾ ഒരു റൂഫിനകത്തേക്ക് കൊണ്ടുവരുന്ന 100 മൊബിലിറ്റി ഹബ്ബാണ് നമ്മളൊരു 6 മന്തിൻ്റെ ഉള്ളിൽ പൂർത്തിയാക്കുന്നത്. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സഹകരണ പ്രസ്ഥാനം എന്ന ഒരു അഡ്രസ്സിൽ നിന്നിട്ട് തന്നെ ഈ കാലത്തിനനുസൃതമായിട്ടുള്ള മാറ്റം ഉൾക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളെ നമ്മൾ കൂട്ടിയോജിപ്പിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കഴിഞ്ഞ 2 വർഷ കാലയളവിൽ നമുക്ക് വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചത്. അതിൻ്റെ ആദ്യത്തെ ശ്രീകൃഷ്ണപുരം ബ്രാഞ്ചിൻ്റെ 1ാം വാർഷികം എന്ന പദ്ധതിയിലേക്ക് നമ്മൾ കിടക്കുമ്പോഴും നമ്മൾ ഈ തരത്തിലുള്ള വിപുലമായ പദ്ധതികൾ വിജയകരമായി നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു എന്ന ഒരു ധൈര്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ വാർഷിക വേദിയെ കാണുന്നത്. GP അക്കാദമിയിലെ ആദ്യ ബാച്ച് കോഴ്സ് പൂർത്തിയാക്കിയവർക്കുള്ള EV സ്കൂട്ടറും പ്ലേസ്മെന്റ് സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്യുമെന്നും സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ A രാജനെ ആദരിക്കുമെന്നും ഭാരവാഹികളായ ചെയർമാനും സ്ഥാപകനുമായ സതീഷ് പുലിക്കോട്ടിൽ, റീജിയണൽ ഹെഡ് ഡോക്ടർ AK ഹരിദാസ്, IT ഹെഡ് അരുൺ T, ഏരിയ മാനേജർ ഡോക്ടർ N അരവിന്ദാക്ഷൻ, സോണൽ ഹെഡ് KL ഋതിഷ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ചെയർമാൻ ശ്രീ സതീഷ് പുലിക്കോട്ടിൽ അവരുടെ അധ്യക്ഷതയിൽ വരുന്ന ഞായറാഴ്ച 7-ാം തീയതി പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്
കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ അവർ. അന്നത്തെ പരിപാടിയിൽ മുഖ്യാതിഥിയായിട്ട് നമ്മുടെ MLA പ്രിയങ്കരനായ ശ്രീ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ അവറുകളുണ്ട്. ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ അശോക് കുമാർ, അതുപോലെ തന്നെ ശ്രീശ്വരം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അരവിന്ദാക്ഷ മാഷ്, ഇവർ വിശിഷ്ട അതിഥികളായിട്ട് അതിൽ പങ്കെടുക്കുന്നു. ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ജ്യോതിവാസൻ, ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി അരുണ ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ശ്രീ MK ദ്വാരകനാഥൻ, പാലാങ്കുഴി മണികണ്ഠൻ, അതുപോലെ തന്നെ ശ്രീമതി ഗിരിജ തുടങ്ങിയ മെമ്പർമാർ ഇതിൽ പങ്കെടുക്കുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ് KL ബേബി അവർകളും വ്യാപാരി വ്യവസായി സമിതിയുടെ പ്രസിഡന്റ് ശ്രീ ബേബി ശ്രീകൃഷ്ണപുരവും ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ആശംസകൾ അർപ്പിക്കുക സംസാരിക്കുന്നു. ആ യോഗത്തിൽ വെച്ചിട്ട് നമ്മുടെ സൊസൈറ്റിയുടെ ഷെയർ ഹോൾഡർ ആയിട്ടുള്ള രാജമാഷ്, അദ്ദേഹം സൈക്കോളജിയിൽ ഇപ്പോൾ ഡോക്ടറേറ്റ് കിട്ടിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ആദരിക്കുന്നൊരു ചടങ്ങ് കൂടി അതിലുണ്ട്. ഈ പരിപാടിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ബഹുമാനപ്പെട്ട MLA നമ്മുടെ നേരത്തെ ചെയർമാൻ സൂചിപ്പിച്ച ശ്രീകൃഷ്ണപുരം ഗ്രീൻ പവർ അക്കാദമി കേരളത്തിലെ ആദ്യത്തെ ബാച്ച് പുറത്തിറങ്ങുകയാണ്. ശ്രീകൃഷ്ണപുരം അക്കാദമിയിൽ ആ കുട്ടികൾക്കുള്ള പ്ലേസ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ അവർ വിതരണം ചെയ്യുന്നു. ഒപ്പം തന്നെ നമ്മൾ ആദ്യത്തെ ബാച്ചിലെ കുട്ടികൾക്ക് കൊടുത്തിരുന്നൊരു ഓഫർ ഉണ്ടായിരുന്നു. പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും നമ്മുടെ ഒരു EV സ്കൂട്ടർ കൊടുക്കുന്ന ഒരു പരിപാടി. അപ്പോൾ അത് ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ അവറുകളാണ്.